ഈ വീട് കണ്ട ഓഫീസിലെ സ്ട്രെസ് ഒന്നുമല്ല. ആകെയുള്ളതൊരു അപ്പനും മോനുമാ. രാവിലെ ഞാനിത് എങ്ങനെ വൃത്തിയാക്കിയിട്ട് പോയതാ. ഇപ്പൊ കണ്ടുകഴിഞ്ഞാൽ യുദ്ധഭൂമി പോലെ ഉണ്ട്. രണ്ടിന്റെ വിചാരം ഇവിടെ ജോലിക്ക് ആൾ നിർത്തിയിട്ടുണ്ടെന്നാ. ഇയാളിത് വന്നതേ തുടങ്ങിയോ? ഇതിനല്ല ഇയാൾക്ക് നേരമുണ്ട്. എന്നെ ഒന്ന് സഹായിക്കാൻ ഇവിടെ സമയമില്ലാത്തത്. എന്തെങ്കിലും സ്നേഹത്തോടെ ഒരു 2 വാക്ക് എന്നോട് സംസാരിച്ചിട്ടുണ്ടോ? ഓഫീസിലെ അവളമാരോട് കൊഞ്ചിക്കൊണ്ട് സംസാരിക്കാല്ലേ ഇയാൾക്ക് അറിയുള്ളൂ. എന്തോ ഒരു സ്നേഹം. വെള്ളമടിച്ച് ബോധമില്ലാതെ ഓരോന്ന് കാണിക്കുന്നവിടെ ആർക്കും അറിയില്ല എന്നാ. പോരാത്തതിന് എല്ലാം ഉണ്ടാക്കി തരാം. അപ്പനും കണക്കാ മോനും കണക്കാ. ബാക്കിയുള്ളവൻ ജോലി കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും സമ്മതിക്കത്തില്ല. അപ്പൻ ഇലയട മോന് പാസ്ത എല്ലാം ഞാൻ ഉണ്ടാക്കി തരാം. രാവിലത്തെ ചോറും കറി ഇരിപ്പുണ്ട്, അത് കഴിച്ചാൽ മതി. സ്കൂളിൽ നിന്ന് വന്ന ചെക്കൻ സ്കൂൾ ബാഗ് ഷൂസെല്ലാം വെള്ളത്തേക്കാണ് വലിച്ചെറിയുന്നത്. ഇതൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഇലയട ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ലെന്നേ. അതങ്ങ് ഉണ്ടാക്കി കൊടുക്ക്. മനുഷ്യൻ്റെ ഓരോരോ ആഗ്രഹങ്ങളല്ലേ. ഇതാരെ ഇപ്പോൾ കേൾക്കാത്തൊരു ശബ്ദം? ഞാൻ എന്നും കേൾക്കാറുണ്ട് പരാതികളും പരിഭവങ്ങളും ഒക്കെ. പിന്നെ മോൻ ചെറിയ കുട്ടിയല്ലേ, വഴക്ക് പറയുന്നതിന് പകരം വാത്സല്യത്തോടെ പറഞ്ഞു നോക്ക്, അവൻ കേൾക്കും. ഓഹോ, അപ്പം അയൽ വീട്ടിലെ സംസാരം ഒളിഞ്ഞേക്കുന്നതാണല്ലേ നിങ്ങളുടെ പരിപാടി? എന്താ മഹതിയുടെ പേര്? എന്നാ പിന്നെ വരാട്ടോ, ഞാൻ മരുന്ന് കഴിക്കാൻ നേരമായി. ഓ, ഇന്ന് എന്ത് പറ്റിയാവോ? അപ്പനും മോനും നന്നായോ? എല്ലാവരും നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ടല്ലോ. ആഹാ, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. താൻ പാടുവോ? പണ്ട് കൊയറിലുണ്ടായിരുന്നു. നല്ല വോയിസ് ആണല്ലോ, പാട്ട് പഠിച്ചൂടെ? ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ വർക്ക് പ്രഷറും വീട്ടിലെ ജോലിയും അതിൻ്റെ ഇടയിൽ പാട്ട് പഠിക്കാനോ നന്നായി അതിനുള്ള സമയമൊന്നുമില്ല. സമയം നമ്മൾ കണ്ടെത്തണം, അതൊരിക്കലും നമുക്കായി കാത്തു നിൽക്കില്ല. അതൊരു പുതിയ അറിവാണല്ലോ. പിന്നെ മാഡത്തിൻ്റെ ഇന്നലത്തെ അഡ്വൈസ് ഫലിച്ചു എന്നാ തോന്നുന്നത്. അപ്പനും മോനും ചെറുതായിട്ട് നന്നായിട്ടുണ്ട്. സ്നേഹത്തിന് മുന്നിൽ ആരാ വീഴാത്തത്? ഇതേ ഞാൻ വീണില്ലേ? എങ്ങനെ എങ്ങനെ? ഈ സ്നേഹത്തിന് മുന്നിൽ. എന്നാ നാളെ കാണാം മോളെ, വീട്ടിൽ കുറച്ച് പണി. അല്ല, പേര് പറഞ്ഞില്ലല്ലോ. അപ്പോഴേക്ക് പോയോ? ലൈറ്റ് ഓഫാക്കി. രണ്ടു ദിവസമായി കണ്ടില്ല. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? സോറി, മോന് വയ്യായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലായിരുന്നു 2 ദിവസമായിട്ട്. അയ്യോ, എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട്? ഇല്ല, കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ. അല്ല, 2 ദിവസമായിട്ട് എന്നെ കാണാനിട്ട് ഇങ്ങോട്ട് വരുന്ന വന്നൂടായിരുന്നോ? അത്രയ്ക്കുള്ളല്ലേ? നോക്കുമ്പോഴൊക്കെ ഇവിടെ വെളിച്ചമില്ല, അനക്കമില്ല. ഞാൻ കിടക്കട്ടെ, ഷുഗറും പ്രഷറൊക്കെ കൂടുതലാണ്, ആകെ ഒരു തളർച്ച. അതെങ്ങനാ? ഉള്ള മധുരമെല്ലാം കഴിച്ചോളൂ. ഏയ് ഇല്ല, നല്ല ചൂട് ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിച്ചിട്ടേ കിടക്കാവേ. ആ, മോനെ ശ്രദ്ധിക്കണേ. എന്നാൽ നാളെ കാണാം കേട്ടോ. പോയി.
പറയാണ്ടിരിക്കുന്ന ഭേദം. എനിക്ക് നല്ല തിരക്കുണ്ടായിരുന്നടാ ഇന്ന്. നല്ല ടയേർഡായി ഞാൻ. ഇപ്പൊ കിച്ചണിലേക്ക് കയറുന്നതേ ഉള്ളൂ. ഞാനെന്നാ പിന്നെ വിളിക്കട്ടെ? ആ ശരി ശരി, ഓക്കെ. ഇതെവിടെ പോയി? ആ കൃഷ്ണേട്ടാ, നമ്മുടെ 13D ആരാ താമസിക്കുന്നേ? കുറച്ച് ദിവസമായിട്ട് അവിടെ ആരെയും കാണുന്നില്ലല്ലോ. വെട്ടമില്ല, വെളിച്ചമില്ല. അവിടെ ഒരു അമ്മ ഉണ്ടായിരുന്നില്ലേ? എന്നോടൊന്ന് സംസാരിക്കുമായിരുന്നല്ലോ. അതെ, ഒരു അമ്മ ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ അത് നിങ്ങളൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പ് മാഡം. ആണോ? ആ ഫ്ലാറ്റ് കുറെ മാസങ്ങളായി ഒഴിഞ്ഞു കിടക്കുവാണ്. ഇപ്പൊ അവിടെ അങ്ങനെ ആരും താമസിക്കുന്നില്ല. മാഡം അല്പം തിരക്കുണ്ട്, ഞാൻ പിന്നെ വിളിക്കാവേ. അപ്പോ എന്നോട് സംസാരിച്ചത് ആരായിരുന്നു? എന്നെ സ്നേഹിച്ചതും ഉപദേശിച്ചതും ആ അമ്മ. അവരെങ്ങോട്ട് പോയി?